ചട്ടി എടുത്ത് വെച്ച് വരിഞ്ഞ് വറുത്തി മുട്ടക്കറി ഉണ്ടാക്കാൻ പോകും. അഞ്ച് മുട്ടയാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. മഞ്ഞപ്പൊടി ചേർക്കുക. ഒരു മുട്ടയുടെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മുളക്, കുറച്ച് മുളകൊക്കെ നമ്മളതിലേക്ക് വരട്ടി ഇടുന്നുണ്ട്. ഇതെന്താ ചേർന്നത്? കുറച്ച് കടു പൊട്ട് മാറി. കുറച്ച് പട്ട, സവാള, ഒരു നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ചുള്ളിയൊക്കെ പറയുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി അടുത്തതായിട്ട് ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത്. ഇഞ്ചി അരച്ച് ഇഞ്ചി കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ 4 മുട്ടയാണ് ഇപ്പോൾ ഇവിടെ 5 മുട്ടയാണ് ഇപ്പോൾ വരട്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ ആദ്യം കാണിച്ചായിരുന്നു. ഇതിനാവശ്യമായിട്ടുള്ള രീതിയിലാണ് ഇത് വരട്ടിയിടുന്നുണ്ടല്ലേ, അല്ലേ ചമ്മ? നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട്. എന്താ ആവശ്യത്തിനുള്ള മുളക് പൊടി 1 സ്പൂൺ ആകുമ്പോൾ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വറക്കണം. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ കാണും. എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ എടുക്കുന്ന അത്ര വലിയ ക്യാമറയിലൊന്നുമില്ല, റിയൽമി ഫോണിലാണ് എടുക്കുന്നത്. പോരായ്മ കൊണ്ട് ക്ഷമിക്കുക. വെള്ളം ഒഴിച്ചു ഞാൻ കാണിച്ചു.
മുട്ടക്കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് പോയായിരുന്നു, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ ടോർച്ചടിച്ചോട്ട് എടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം അച്ഛമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ കൊണ്ടാണ് നോക്കുന്നത്? മുട്ട എടുക്കുന്നുണ്ട്. തിളക്കിയിട്ട്. അടച്ചു വെച്ച് തിളപ്പിക്കുന്നു. അച്ഛൻ വേണം. ഇത് വാങ്ങാറായില്ലേ? അതിലേക്ക് നമ്മൾ നേരത്തെ വരിഞ്ഞ് റെഡിയാക്കി വെച്ച് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ അച്ഛൻ? മുട്ടക്കറി റെഡി. നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദോശയും മുട്ടക്കറി. ദോശയും മുട്ടക്കറിയാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം. ഓക്കെ, എല്ലാവർക്കും നന്ദി.